ഗെയ്സ് അങ്ങനെ നമ്മുടെ സിറ്റിയിലാണെങ്കിൽ വീണ്ടും ഒരു റേസൊക്കെ നടക്കാൻ പോവാണ്. ഇത് നമ്മുടെ കടലിൻ്റെ മുകളിലാട്ടാ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈസും ഒരു വലിയ പ്രൈസാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പച്ച സുപ്രയാട്ടാ, സുപ്ര MK5, അത് പച്ച കളർ. അതാണ് നമ്മുടെ ഗിഫ്റ്റ്. ഓക്കെ, നമ്മുടെ എതിരെ മത്സരിക്കുന്നത് വേറെ ആരുമില്ല ഗെയ്സ്, സോമനാണ് നമുക്കെതിരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ റേസ് തുടങ്ങും ഗെയ്സ്. പിന്നെ നമ്മൾ സൂക്ഷിക്കണം. ഈ കടലിലെ ചില ഭാഗങ്ങളിലൊക്കെ ഷാർക്ക് ഉണ്ട് ഗെയ്സ്, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. സോ അതിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഉത്തരവാദിയാവുന്നതല്ല. അതായത് ആ കമ്പനി ഉത്തരവാദിയല്ലാന്ന് നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്താലേ നമുക്ക് റേസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാനും സോമന് മാത്രമേ വന്നിട്ടുള്ളൂ ഗെയ്സ്. സോ റേസ് കുറച്ച് നേരത്തിനുള്ളിൽ സ്റ്റാർട്ടാവും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗെയ്സ്, ഞാനാണ് സോമൻ. ഞാനാണ് ഇവൻ്റെതിരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എൻ്റെ അടുത്താണെങ്കിൽ KTM ഒക്കെ ഉണ്ട് കേട്ടാ. അവൻ്റെ അടുത്തൊരു യമഹ R15. അതുകൊണ്ടൊന്നും ഈ KTMൻ്റെ മുമ്പിൽ അവനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എനിക്കറിയാം ഈ റേസിൽ ഞാൻ തന്നെ ജയിക്കുക. എന്നിട്ട് ആ സുപ്ര ഞാൻ തന്നെ കൊണ്ടുപോകും. എന്തോ എന്നെക്കൊണ്ട് പറ്റുന്നില്ലടാ. ബൈക്കിലൊന്നും ഒരു കാര്യമില്ലടാ, സ്കിൽസിനാണ് കാര്യം. അത് ഞാൻ എല്ലാ റേസിലും പറഞ്ഞിട്ടുണ്ട്. സ്കിൽസിൽ എന്താ കാര്യം? സ്കിൽസ് മാത്രം ഉണ്ടായാൽ പോരാ, നല്ല സ്കിൽസും ഉണ്ടായിട്ടും കാര്യമില്ല. ബൈക്കും അതിനനുസരിച്ച് പ്രധാനമാണ്. നീ പറഞ്ഞ ശരിയാണ്, ബൈക്കും പ്രധാനമാണ്. നീ ഇതാ വെള്ളത്ത് പോയി. അതാ ഫോണി കിട്ടിയാ ഇതെന്തുണ്ടായി? നീ വെള്ളത്തിൽ പോയി, യു ആർ ഔട്ട്. ഓക്കെ കേസ്, അങ്ങനെ സോമൻ ഔട്ടായിരിക്കുകയാണ്. ഇനി എൻ്റെ ടേൺ. ഓക്കെ, ഞാൻ അവിടെ എൻ്റെ ബൈക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ വല്ലാത്തൊരു ജാടയായിരുന്നു കേസ്. അവൻ ജയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്തൊക്കെ തുടങ്ങിയപ്പോഴേക്കാണ് പുറത്തേക്കാണ്ട് പോയി. ഞാൻ വിചാരിച്ചു അവൻ്റെ വാചകളിയും പിന്നെ ആ KTM ഒക്കെ വെച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ കുറച്ച് പകുതി അല്ലെങ്കിൽ അവൻ ജയിക്കുന്നതന്നെ ഞാൻ വിചാരിച്ചു. പക്ഷേ അവന് കളിക്കാറിയില്ല, അതുകൊണ്ട് എന്തായിരുന്നു ഞാൻ രക്ഷപ്പെട്ട്. പക്ഷേ നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് നമുക്ക് കിട്ടില്ല. അതായത് ആ പച്ച കളർ സുപ്ര അത് നമുക്ക് കിട്ടില്ല. എൻ്റെ ഇവിടെ ഒരു കണ്ടെയ്നർ വെർട്ടിക്കലായി നിന്ന് കറങ്ങുന്നുണ്ട്, അതങ്ങ് ഇറക്കാം ഗെയ്സ്. എൻ്റെ ഇവിടെ ഒരു ചാടിക്കാം ഗെയ്സ്. അവിടെ ഒരു ദൂരത്താണ് ഗെയ്സ്, അപ്പടം വരെ നമുക്ക് ഇറക്കണം ഗെയ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് ബാക്കിലോട്ട് എടുക്കാം, എന്നാലും നമുക്ക് അവിടെ എത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ ഇവിടം വരെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ഓവറായിട്ട് പോകണ്ട, കാരണം ഓവറായി കഴിഞ്ഞാൽ പിന്നെ ആ പ്ലാറ്റ്ഫോമും കടന്നങ്ങ് പോകും. ഓക്കെ, അങ്ങനെ ഞാൻ ബാക്കിലോട്ട് എടുത്ത് വേണ്ടി ചാടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഇവിടോട്ട് മതിലോട്ട് പേടിച്ച്, കാരണം ഇവിടെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ കൺട്രോൾ തെറ്റി അപ്പുറത്തേക്കാണ് പോകും. ഇത് ഞാൻ മതിലിനെ കൊണ്ട് ഇടിപ്പിച്ചത്. ഞാൻ ഇവിടെ ഒരു കണ്ടെയ്നർ കറങ്ങുന്നുണ്ട്. ഞാനിത് ലെഫ്റ്റിലോട്ട് കുറച്ച് പോകാറുണ്ട്. എനിക്കൊരു ടാസ്ക് ആയിട്ട് തോന്നുന്നുണ്ട്, എന്നാലും ഈസി ആയിരുന്നു. ഓക്കെ, എൻ്റെ ഇവിടെ വെർട്ടിക്കലായിട്ട് വേറൊരു കണ്ടെയ്നർ കിടന്ന് കറങ്ങുന്നുണ്ട്. നമുക്ക് ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊന്ന് വരികയാണെങ്കിൽ വന്ന് നമുക്ക് ഇതങ്ങ് ചാടിക്കാം. വണ്ടി പിടിച്ചോ, വേണം കേട്ടോ. ഇനി ഇത് ശരിയാക്കിയതിന് ശേഷം അപ്പം നമ്മൾ ഫുൾ സ്പീഡ് എടുത്തങ്ങ് വിടണം, കാരണം അപ്പുറത്ത് ഇനിയും വലിയൊരു ഗ്യാപ്പ് ഉണ്ട് കേസ്. അപ്പം നമുക്കിത് ശരിയാവുകയാണെങ്കിൽ അപ്പം പറപ്പിച്ചങ്ങ് വിടണം. ഓക്കെ, വിട്ടോ ഒന്നും നോക്കണ്ട, പറപ്പിച്ച് കത്തിച്ച് വിടും. അല്ല പിന്നെ ഏട്ടാ മോനെ, അങ്ങനെ ഇവിടെ എത്തി. അങ്ങനെ രക്ഷപ്പെട്ടു. നമ്മളങ്ങനെ അവിടെ ഇടിച്ചതിന് ശേഷം പിന്നെ വണ്ടി ഒരു വിധത്തിൽ ഇറങ്ങി തള്ളേണ്ടി വന്നു, കാരണം അവിടെ വണ്ടി കൊണ്ട് കുടുങ്ങിപ്പോയി ഗൈസ്. ഓക്കെ, എൻ്റെ ഇവിടെ കഴിയാറായി. ഗൈസ്, അങ്ങനെ ഈ റേസ് കഴിയാറായി ഗൈസ്. അങ്ങനെ നമ്മൾ ഈ ജയിച്ചു. യെസ്, നമ്മൾ ജയിച്ചു. നമ്മളെ റേസ് ഇവിടെ കഴിഞ്ഞു. നമ്മൾ ജയിച്ചു ഗൈസ്. നമുക്ക് ഞാൻ അവന്മാരോട് പോയിട്ട് നമ്മൾ ഗിഫ്റ്റ് ചോദിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ എനിക്കാണെങ്കിൽ ആ സൂപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ റേസിൽ ജയിച്ചിട്ടുണ്ട്. ആ സോമൻ എന്തൊരു ജാടായിരുന്നു, അവസാനം അവനാണ് തോറ്റി. ഓക്കെ, നമ്മളിപ്പോൾ റേസ് ജയിച്ചിട്ട് നമ്മളെടുത്ത് മൊത്തം 2 സൂപ്പർ കാർസ് ഉണ്ട്, ഒരു ഗോൾഡൻ GTR. അതെങ്ങനെ കിട്ടിയെന്ന് എന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. ആ റേസിൽ ഞാൻ ജയിച്ചുകൊണ്ട് എനിക്ക് ആ ഇത് കിട്ടി ഗൈസ്, ആ GTR. സോ ആ വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ആൻഡ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മറ്റൊരിക്കലും വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ മച്ചന്മാർക്കും ബൈ.